അപ്പോൾ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. Okay, we are starting our program now. അത്യന്തം ദാരിദ്ര്യത്തിലും ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ മഹാരാജാവുമായി മാറി. ഭിക്ഷാന്തേഹിയായ കുചേലൻ ഒരിക്കൽ തന്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ തന്റെ ദയനീയാവസ്ഥ കൃഷ്ണനെ കണ്ട് ബോധിപ്പിക്കാൻ ദ്വാരകയിൽ എത്തുകയുണ്ടായി. തന്റെ പ്രിയ സുഹൃത്തിന് കൊടുക്കുവാൻ അദ്ദേഹം ഒരുപടി അവിൽ ഭാണ്ഡത്തിൽ കരുതിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കുചേലനെ കണ്ട ശ്രീകൃഷ്ണൻ അതിയായ സന്തോഷത്തോടെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. രാജകീയ ആദരവോടെ സ്വീകരിച്ചു. തന്റെ പ്രിയ സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ കുചേലൻ തന്റെ ദുഃഖങ്ങളോ ദാരിദ്ര്യങ്ങളോ ഒന്നും പറയാതെ ദ്വാരകയുടെ പടിയിറങ്ങി. പക്ഷേ കൃഷ്ണൻ ഓരോ പിടി അവൾ കഴിക്കുമ്പോഴും കുചേലന്റെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ഇല്ലാതാകുകയായിരുന്നു. അങ്ങനെ ഒന്നും ചോദിച്ചില്ലെങ്കിലും കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും സന്തോഷവും കുചേലന് ലഭിച്ചു. ഈ കഥ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥ സൗഹൃദത്തിന്റെയും ശക്തി നമ്മെ പഠിപ്പിക്കുന്നു. ദ്വാരകയിലെ ഈ കൂടിക്കാഴ്ചയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കുന്നു. Krishna, Swagatam Krishna, Krishna, Swagatam Krishna, Sharanagatam Krishna, Ika Swagatam Krishna, Sharanagatam Krishna, Swagatam Krishna, Sharanagatam Krishna. Madhurapuri sadana mriduvadana madhusudana ika swagatam Krishna sharanagatam Krishna. Madhurapuri sadana mriduvadana madhusudana ika swagatam Krishna sharanagatam Krishna. Madhurapuri sadana mriduvadana madhusudana ika swagatam Krishna sharanagatam Krishna. Madhurapuri sadana mriduvadana madhusudana ika swagatam Krishna Krishna.
ദ്വാരകയെവിടെ കാഴ്ചവെക്കാനി അവിൽപ്പൊതിയും കാലം കാത്തു സൂക്ഷിക്കുന്നീ ഓർമ്മകളും കാഴ്ചവെക്കാനി അവിൽപ്പൊതിയും കാലം കാത്തു സൂക്ഷിക്കുന്നീ ഓർമ്മകളും കീറക്കുടയും വടിയുമായി നിൻപൂരം തേടി വരും നോക്കുചേരം കീറക്കുടയും വടിയുമായി നിൻപൂരം തേടി വരും നോക്കുചേരം ദൂരം ഏറെ നടം നോക്കുചേരം ഏറെ നടം നോക്കുചേരം ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേരൻ ഏറെ നടന്നു കുചേരൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ സോപാനഗാന തിരത്തഴുകും സ്വർണ്ണത്താമര പോല സിംഹാസനത്തിൽ സോപാനഗാന തിരത്തഴുകും സ്വർണ്ണത്താമര പോല സിംഹാസനത്തിൽ താരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവന്ദനെ തേടി താരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവന്ദനെ തേടി ദൂരം ഏറെ നടന്നു കുചേരൻ ഏറെ നടന്നു കുചേരൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേരൻ ഏറെ നടന്നു കുചേരൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ കാരുണ്യമൂർത്തിതൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്ന് കൺകുളിർക്കാൻ കാരുണ്യമൂർത്തിതൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്ന് കൺകുളിർക്കാൻ ജീവിതം കൊയ്തു കൊയ്തെത്തിയ ദുഃഖത്തിൽ പാലവൽക്ക
കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ. ഹലോ, ചെസ് നമ്പർ 2 എത്രയും പെട്ടെന്ന് ലൈനപ്പ് ചെയ്യണം, അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വെക്കായപ്പോൾ. അതുപോലെ ചെസ് നമ്പർ 3 തയ്യാറായിരിക്കുക. ചെസ് നമ്പർ 2-ൻ്റെ ഒരാൾ ഇവിടെ ഇറങ്ങുന്നല്ലായിരുന്നു. നമുക്ക് നിങ്ങളുടെ ലീഡ് സ്ക്രീനിലെടുത്ത് രോഹിതുമായിട്ട് കോൺടാക്ട് ചെയ്യാം. രോഹിതുമായിട്ട് ബന്ധപ്പെടുക. ഒരു ചെറിയ സൂചനയുണ്ട്. ഭഗവത്ഗീത ജൂനിയർ വിഭാഗം ആരെങ്കിലും ഇവിടെ കുട്ടികൾ മത്സരിക്കാനുണ്ടെങ്കിൽ സ്റ്റേജ് 3 എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റേജ് 3 കിഷ്കിന്ധ ജൂനിയർ വിഭാഗം ഭഗവത്ഗീത പാരായണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും രജിസ്റ്റർ ചെയ്തവരിൽ 1-2 പേര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജ് 3-ലെത്തുക.
സ്നേഹിതരെ, ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മാവായി കാലങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്ന മഹാകാവ്യമാണ് രാമായണം. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാത്തമായ സന്ദേശം മനുഷ്യരാശിക്ക് പകർന്നു നൽകുന്ന ഈ ഇതിഹാസത്തിലെ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു സന്ദർഭമാണിന്ന് ഞങ്ങൾ നാടകാവിഷ്കാരമായി അവതരിപ്പിക്കുന്നത്. രാജ്യവും രാജപദവിയും അധികാരവുമെല്ലാം അനായാസം ഉപേക്ഷിച്ച് പിതാവിന്റെ വാക്ക് പാലിക്കാനായി വനവാസം സ്വീകരിച്ച ശ്രീരാമൻ, ഭർത്താവിന്റെ ധർമ്മയാത്രയിൽ തുല്യ പങ്കാളിയായ സീതാദേവി, സഹോദര ഭക്തിയുടെയും അചഞ്ചലമായ സേവനത്തിന്റെയും പ്രതിരൂപമായ ലക്ഷ്മണൻ. ഈ മൂന്ന് മഹത് വ്യക്തിത്വങ്ങളിലൂടെ ധർമ്മം വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയാണ് ആചരിക്കപ്പെടേണ്ടതെന്ന് ഈ അവതരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഒരു വനയാത്രയുടെ കഥ മാത്രമല്ല, സത്യത്തിനു വേണ്ടി സുഖങ്ങളെ തെറ്റിച്ച മനുഷ്യന്റെ ആത്മവിജയത്തിന്റെ കഥ കൂടിയാണ്. ഈ നാടകാവതരണത്തിലൂടെ ആ മഹത്തായ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ നടത്തുന്ന ഒരു എളിയ ശ്രമം മാത്രമാണ്. സഹൃദയരായ നിങ്ങളുടെ പ്രോത്സാഹനവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ലണ്ടൻ മലയാളി ഹിന്ദു സമാജം വിനയ പുരസ്സരം അവതരിപ്പിക്കുന്നു രാമന്റെ വനയാത്ര. 5,000. പൂജനീയനായ പിതാവേ, അങ്ങയുടെ വാക്ക് പാലിക്കാൻ ഞാൻ വനവാസത്തിൽ ഇറങ്ങുകയാണ്. അങ്ങ് ദുഃഖം വെടിയണം. കൈകേയി മാതാവിന് നൽകിയ വാക്ക് പാലിക്കുക എന്നത് രഘുകുലത്തിന്റെ ധർമ്മമാണ്. ധർമ്മമോ? സ്വന്തം പുത്രനെ കാട്ടിലയച്ച് സത്യം പാലിക്കുന്നതാണോ ധർമ്മം രാമ? നീതി കെട്ട ഒരു വാക്കിന്റെ പേരിൽ നീതിമാനായ നിന്നെ ബലി കൊടുക്കുമ്പോൾ പ്രപഞ്ചം എന്നെ നോക്കി ശപിക്കില്ലേ? ഇതാണോ നീ പറയുന്ന രഘുകുലത്തിന്റെ നീതി? അതെ പിതാവേ, ധർമ്മം എപ്പോഴും വ്യക്തിസുഖങ്ങൾക്കും മുകളിലാണ്. അങ്ങ് കൈകേയി മാതാവിന് നൽകിയ ഉറപ്പ് വെറുമൊരു വാക്കല്ല, അത് ഈ സാമ്രാജ്യത്തിന്റെ വിശ്വാസ്യതയാണ്. രാജാവ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പ്രജകൾക്ക് സത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങയുടെ കീർത്തിക്ക് കളങ്കമേൽക്കാതിരിക്കാൻ വനവാസം വരിക്കുക എന്നത് ഈ മകന്റെ പരമമായ കടമയാണ്. രാമ, എന്റെ പ്രിയ പുത്ര, നീ എന്ത് തെറ്റാണ് ചെയ്തത്? ആ കൈകളുടെ കുബുദ്ധിക്ക് വഴങ്ങി നിന്നെ കാട്ടിലയക്കാൻ പറയുന്ന എന്നെ നീ ശപിക്കൂ രാമ. നീ കാട്ടിൽ പോകരുത്. എന്നെ തടവിലാക്കിയിട്ടാണെങ്കിലും ഈ അയോധ്യയുടെ ഭരണം നീ ഏറ്റെടുക്കും. പിതാവേ, അരുത്. അങ്ങയുടെ കീർത്തിക്ക് ജഗത്തിലുള്ള കാലം അത്രയും ഭംഗം വരാൻ ഞാൻ അനുവദിക്കില്ല. 14 വർഷം പെട്ടെന്ന് കടന്നു പോകും. അങ്ങ് ഭരതനെ അനുഗ്രഹിച്ച് രാജ്യം ഏൽപ്പിക്കണം. എനിക്ക് യാത്രയാകാൻ അനുവാദം തന്നാലും. എന്റെ വാക്കിന് നീ നൽകുന്ന വില സ്വന്തം ജീവിതമാണല്ലോ പുത്ര. സിംഹാസനം ത്യജിക്കാനും മറുപടി ധരിക്കാനും നിനക്ക് എങ്ങനെ ഇത്ര ലളിതമായി സാധിക്കുന്നു? നിന്റെ ഈ ധർമ്മനിഷ്ഠ എന്നെ കൂടുതൽ കുറ്റബോധത്തിലേക്ക് തള്ളിവിടുന്നു. കിരീടത്തേക്കാൾ ശ്രേഷ്ഠമാണ് പിതാവേ ധർമ്മത്തിന്റെ വഴി. ഭരതൻ അയോധ്യയുടെ രാജാവായി ധർമ്മം പുലർത്തും. ഞാൻ കാട്ടിലൊരു താപസനെ പോലെ ജീവിച്ച് ധർമ്മം സംരക്ഷിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയം തളരരുത്. എനിക്ക് വയ്യരാമ, എന്റെ കണ്ണുകളിലെ വെളിച്ചമാണ് നീ. നിനക്ക് പകരമായി ഈ എന്റെ ജീവൻ പോയിരുന്നെങ്കിൽ നീ പോകുന്ന പാതകൾ ഉപാതകളാകാൻ മാത്രമേ ഈ നിർഭാഗ്യവാനായ പിതാവിന് പ്രാർത്ഥിക്കാൻ കഴിയൂ.
ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് സ്വന്തം മകനെ കാട്ടിലയക്കുന്ന പിതാവിനെയാണോ അങ്ങ് അനുസരിക്കുന്നത്? ഞാൻ ഈ അയോധ്യയെ മുഴുവൻ എന്റെ അസ്ത്രങ്ങൾ കൊണ്ട് തകർക്കും. ഭരതനെ ഞാൻ തടവിലാക്കും. അരുത് ലക്ഷ്മണ, നിന്റെ ശരങ്ങൾ ശത്രുക്കൾക്ക് നേരെയുള്ളതാണ്, സ്വന്തം രക്തത്തിന് നേരെയുള്ളതല്ല. ഈ അയോധ്യ നമ്മളെ വളർത്തിയ മണ്ണാണ്, അതിനെ ചോരയിൽ മുക്കാനുള്ളതാണ് നിന്റെ വീര്യം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ജ്യേഷ്ഠ? അനീതി കൺമുൻപിൽ നടക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനോ? കൈകൈ മാതാവിന്റെ അധർമ്മത്തിന് മുമ്പിൽ അങ്ങ് തലകുനിച്ചാലും ഈ ലക്ഷ്മണൻ തലകുനിക്കില്ല. ഈ അമ്പും വില്ലും വെറുതെ അലങ്കാരങ്ങൾ കൊണ്ടു നടക്കുന്നതല്ല ഞാൻ. ലക്ഷ്മണ, ശാന്തനാകൂ. കോപം നിന്റെ വിവേകത്തെ നശിപ്പിക്കാതിരിക്കട്ടെ. മാതാവ് കൈകേയിയുടെ നിമിത്തം മാത്രമാണ്. ഇതിന് നിന്ന് ദൈവനിയോഗമുണ്ട്. നീ ഇവിടെ ഇരുന്ന് ദുഃഖിതരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. മാതാപിതാക്കളോ? അങ്ങാണ് എന്റെ മാതാവും പിതാവും ദൈവവും എല്ലാം. അങ്ങില്ലാത്ത കൊട്ടാരം എനിക്ക് ഇരുണ്ട ഗുഹയാണ്. അങ്ങയെ കാട്ടിലേക്ക് വിട്ട് ഞാനിവിടെ സുഖമായി ജീവിക്കുമെന്നോ? അനുജ, കാട്ടിലെ കഷ്ടപ്പാടുകൾ നിനക്ക് താങ്ങാനാവില്ല. നീ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്ക് വനത്തിൽ സമാധാനത്തോടെ കഴിയാൻ സാധിക്കൂ. ഇല്ല ജ്യേഷ്ഠൻ, അങ്ങില്ലാത്ത അയോധ്യ എനിക്ക് ശ്മശാന തുല്യമാണ്. സൂര്യനില്ലാതെ പകലുണ്ടോ? ജലമില്ലാതെ മീനുകളുണ്ടോ? അങ്ങയോടൊപ്പം നിഴലായി ഈ ലക്ഷ്മണനും വരും. കാട്ടിലെ ഉൽപാദകൾ ഞാൻ അങ്ങയ്ക്കായി വെട്ടി തുറക്കാം. എന്നെ തടയരുത്. നിന്റെ ഭക്തിക്ക് മുന്നിൽ എനിക്ക് വാക്കുകളില്ല ലക്ഷ്മണൻ. നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു അനുജ. നിന്റെ ആഗ്രഹം പോലെ നീയും കൂടെ തൊഴില. വനം വന്യമൃഗങ്ങളും രാക്ഷസന്മാരും നിറഞ്ഞ ഭയാനകമായ ഇടമാണ്. നീ ഈ കൊട്ടാരത്തിൽ താമസിച്ചെന്റെ അമ്മമാരെ പരിചരിക്കണം. അതാണ് നിന്റെ ധർമ്മം. നാഥ, അങ്ങയുടെ ധർമ്മം പിതൃവാക്ക് പാലനമാണെങ്കിൽ പത്നിയായ എൻ്റെ ധർമ്മം അങ്ങയുടെ നിഴലായിരിക്കുക എന്നതാണ്. ഒരു പുരുഷന്റെ ധർമ്മത്തിന് വിഘ്നം വരാതെ കാക്കുകയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ പുണ്യം. വനത്തിലെ കഷ്ടപ്പാടുകളോർത്ത് ഞാൻ എൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് രഘുകുലത്തിന്റെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമാകും. സീതേ, ധർമ്മം എന്നത് കേവലം വാക്കുകളല്ല, കഠിനമായ പരീക്ഷണങ്ങളെ നേരിടുകയാണ്. ഞാൻ കാട്ടിലേക്ക് പോകുന്നത് ഒരു താപസനെ പോലെയാണ്. വനത്തിൽ എന്നോടൊപ്പം വരിക എന്നത് നിന്റെ രാജകീയ ധർമ്മങ്ങൾക്ക് ചേർന്നതല്ല. പ്രജകളെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കേണ്ട കടമ കൂടി നിനക്കുണ്ട്. ഒരു സ്ത്രീയുടെ ലോകം അവളുടെ ഭർത്താവാണ്. അങ്ങയുടെ കൊട്ടാരം അയോധ്യയാണെങ്കിൽ എനിക്കും അത് കൊട്ടാരം. അങ്ങയുടെ വാസം കാട്ടിലാണെങ്കിൽ എനിക്ക് ആ കാടാണ് സ്വപ്നം. സീതേ, കാട്ടിലെ ജീവിതം കഠിനമാണ്. വെയിലും മഴയും കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ. നീ സുകുമാരിയായ ഒരു രാജകുമാരിയാണ്. അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എനിക്ക് മുള്ളുകൾ പോലും മലർവിരികളാണ്. അങ്ങയെ പിരിഞ്ഞ് ഈ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടക്കുന്നതാണ് എനിക്ക് നരകം. ഞാൻ അങ്ങയോടൊപ്പം വരും. ഇത് എൻ്റെ അന്തിമ തീരുമാനമാണ്. സീതേ, നിന്റെ ഈ വാക്കുകളിൽ വിവേകവും ധർമ്മബോധവും ഉണ്ട്. സുഖങ്ങളിൽ മാത്രമല്ല, കഠിനമായ വനവാസത്തിൽ പങ്കുചേരാൻ തയ്യാറായ നിന്റെ ഈ ത്യാഗം എല്ലാ സ്ത്രീകൾക്കും മാതൃകയാവും. നിന്നെ തടയുന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. നിന്റെ പതിവ്രതാ ധർമ്മത്തിന് മുന്നിൽ എനിക്ക് മറുപടിയില്ല സീതേ. നമുക്കൊരുമിച്ച് യാത്രയാവാം.
തനിച്ചാക്കി പോകരുതേ. ജ്യേഷ്ഠ, അയോധ്യാപുരി മുഴുവൻ കണ്ണീരൊഴുക്കുകയാണ്. പിതാവിന്റെ വിലാപം എന്റെ ഹൃദയം തകർക്കുന്നു. ജ്യേഷ്ഠ, അധർമ്മത്തിന്റെ ഇരുൾ മൂടിയതാണോ ഈ നിയോഗം? അതോ നീതി നടപ്പാക്കാൻ നീതിമാന്മാർ എന്നും ഇങ്ങനെ സ്വയം ഉരുകേണ്ടി വരുമോ?